അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ സന്ദേശം 5. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ കാന മരീളൻ ഔ അലാ സഫർ فعدة من أيام أخر. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ നാം ചർച്ച ചെയ്തിട്ടുള്ളത് പരിശുദ്ധ റമദാൻ മാസത്തിൽ ആരാണോ സാന്നിധ്യമുറപ്പിക്കുന്നത്, ഹയാത്തുറപ്പിക്കുന്നത്, അവൻ വ്രതമനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാണ് എന്നാണ്. എന്നാൽ ഈ ആയത്തുകൊണ്ട്, ഈ വാക്കുകൊണ്ട് എല്ലാവരും നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണെന്ന് വരും. എന്നാൽ പലപ്പോഴും രോഗികൾക്ക് നോമ്പ് നോൽക്കൽ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ യാത്രക്കാർക്ക് നോമ്പ് പ്രയാസമായി മാറിയേക്കാം. അവിടെയാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, ഫമൻ കാന മരീളൻ ഔ അലാ സഫർ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളോ അല്ലെങ്കിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. രോഗത്തിന്റെയും യാത്രയുടെയും പേരിൽ എത്ര നോമ്പുകളാണോ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അത്രയും നോമ്പുകൾ മറ്റു ദിവസങ്ങളിൽ നിന്ന്. റമദാൻ മാസത്തിലെ ദിവസങ്ങളിൽ രോഗവും യാത്രയും കാരണമായി നഷ്ടപ്പെട്ട നോമ്പുകൾ 4 ആണെങ്കിൽ 4 എണ്ണം, 10 ആണെങ്കിൽ 10 എണ്ണം, 1 ആണെങ്കിൽ 1. എത്രയാണോ നഷ്ടപ്പെട്ടത് അത് റമദാനേതര ദിവസങ്ങളിൽ നിന്ന് അവൻ ഖളാ വീട്ടിക്കൊള്ളട്ടെ, ഖളാ വീട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാരനും രോഗിക്കും നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. റമദാനിൽ നോമ്പ് നോൽക്കാൻ കഴിയാത്ത രോഗിയും അതുപോലെ തന്നെ സുദീർഘമായ ഹലാലായ യാത്രക്കാരനുമാണ് ഈ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് നിസ്കാരം ജമ്മും ഖസ്റുമാക്കി നിസ്കരിക്കാൻ അനുവാദമുള്ളയാൾക്ക് എന്നർത്ഥം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ലെന്ന് പറയുമ്പോൾ 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാൾ നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് നിർബന്ധമില്ല, പിന്നീട് ഖളാ വീട്ടിയാൽ മതി എന്ന മസല തെറ്റായി മനസ്സിലാക്കരുത്. അയാൾ സുബഹിയുടെ മുമ്പ് യാത്ര ആരംഭിച്ചെങ്കിലാണ് ഈ പറഞ്ഞ ആനുകൂല്യവും ഇളവും ഇയാൾക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോഴും ഓർത്തുപോവുകയാണ്, ആദ്യമായി നടത്തിയ ഗൾഫ് യാത്ര കുവൈത്തിലേക്കായിരുന്നു. ആ കുവൈത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് റമദാനിന്റെ അവസാന ഭാഗം പകൽ 8 മണിക്ക്, രാവിലെ 8 മണിക്ക് ഫ്ലൈറ്റിൽ കയറിയിരുന്ന ഞാൻ കാണുന്ന കാഴ്ച, എന്റെ തൊട്ടടുത്തുള്ള സുഹൃത്ത്, സഹോദരൻ, അയാള് ഫ്ലൈറ്റിൽ നിന്ന് വിതരണം ചെയ്ത ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ചോദിച്ചു, സുഹൃത്തെ ഇതെന്താണ്, റമദാനല്ലേ, നോമ്പില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഉടനെ പറഞ്ഞു, യാത്രക്കാരന് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ലല്ലോ ഉസ്താദേ എന്ന്. എന്റെ സീറ്റിന്റെ തൊട്ടു മുമ്പിലുള്ള സീറ്റിൽ വെട്ടിയൊതുക്കാത്ത അലക്ഷ്യമായി പാറിപ്പറന്ന് കിടക്കുന്ന ഒരു താടിക്കാരനെ കണ്ടു. നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട്, കണ്ട മാത്രയിൽ തോന്നിയിട്ടുണ്ട്, ഇതൊരു സുഖകരമായ താടിയല്ല എന്ന്. പക്ഷേ അത് ബോധ്യപ്പെടുകയായിരുന്നു തൊട്ടടുത്ത് നടന്ന സംഭാഷണത്തിലൂടെ. ഈ സഹോദരൻ എന്നോടത് പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, സുഹൃത്തെ, അതിന് റമദാൻ മാസം നോമ്പൊഴിവാക്കണമെങ്കിൽ സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങണ്ടേ, 8 മണിക്ക് ഫ്ലൈറ്റിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ
അയാൾ ഉടനെ, മുന്നിലുള്ളയാൾ താടിക്കാരൻ ഉടനെ അതിന് മറുപടി പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുണ്ടാക്കിയ ഫിഖഹിന്റെ നൂലാമാലകളല്ലേ? അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലല്ലോ. അള്ളാഹു പറഞ്ഞത് യാത്രക്കാരൻ നോമ്പ് നോൽക്കണ്ട എന്നല്ലേ? സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങണമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുന്നിലുള്ള താടിക്കാരൻ എഴുന്നേറ്റ് എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ചെറുപ്പക്കാരനെയും പറ്റിച്ചത് ഈ താടിക്കാരനാണ്. അതായത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വിവരമില്ലാത്തവനായി തള്ളി, അബൂ ഹനീഫ തങ്ങളെ വിവരമില്ലാത്തവരായി തള്ളി, ഇമാമിങ്ങളെയൊക്കെ വിവരമില്ലാത്തവരായി തള്ളി, ഫിഖഹിന്റെ മസ്അലകളെ മുസ്ലിയാക്കന്മാരുടെ ഫിഖഹിന്റെ നൂലാമാലകൾ എന്ന് പറഞ്ഞ് തള്ളി ഈ മല പോലെയുള്ള ആലിമീങ്ങളെ വിവരം കെട്ടവരാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്തരം വലിയ അറിവാളന്മാരാണെന്ന വെപ്പുള്ള ഈ പമ്പര വിഡ്ഢികൾ. ഞാൻ അദ്ദേഹത്തെ തോണ്ടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ, വളരെ വിനയപൂർവ്വം ഒന്ന് ചോദിക്കട്ടെ, യാത്രക്കാരൻ എന്നതിന് അറബിയിൽ എന്താ പറയുക? അപ്പോൾ അയാൾ എന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തേ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, എനിക്കറിയാൻ ചോദിക്കണം, യാത്രക്കാരൻ എന്നതിന്റെ ലളിതമായ അറബി എന്താണ്? അയാൾ പറഞ്ഞു മുസാഫിർ. അത് ശരി, എങ്കിൽ അല്ലാഹു തആല വമൻ കാന മരീളൻ ഔ മുസാഫിറൻ എന്നാണോ പറഞ്ഞത്? നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ രോഗിയാണെങ്കിൽ ഔ മുസാഫിറൻ അല്ലെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ എന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെന്താ അല്ലാഹു പറഞ്ഞത്? വമൻ കാന മരീളൻ ഔ അലാ സഫർ ഔ മുസാഫിറൻ എന്നതിന് അലാ സഫർ എന്ന ശബ്ദം കൊടുക്കാൻ കാരണം എന്താണ്? എന്താണ് അലാ സഫർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? മുസാഫിർ എന്നാണോ? അല്ല, അലാ സഫർ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നോമ്പ് തുടങ്ങുമ്പോൾ അയാൾ അലാ സഫർ, അയാൾ യാത്രയിലാണെങ്കിൽ എന്നല്ലേ സുഹൃത്തെ അതിന്റെ അർത്ഥം? അതെ, അപ്പോൾ മുസാഫിർ എന്ന് പറയാതെ ഔ അലാ സഫർ എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങിയിരിക്കണം, അവർക്കാണ് ഈ ആനുകൂല്യം കിട്ടുന്നത്. അതാണ് അള്ളാഹു ഔ അലാ സഫർ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞപ്പോ ആ സഹോദരൻ ഒരു വളിഞ്ഞ ചിരി ചിരിച്ചിട്ട് എന്നോട് അദ്ദേഹം ചോദിച്ചു, അങ്ങനെയൊന്നുണ്ടല്ലേ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾക്ക് ഇത് മാത്രമല്ല അറിയാത്തത്, നിങ്ങൾക്ക് മഹാന്മാരായ ഇമാം ഷാഫിഈ തങ്ങളെപ്പോലെയുള്ള ഇമാമിങ്ങൾ പറഞ്ഞതിനെപ്പറ്റി ഒന്നും ഒരു ചുക്കും അറിയില്ല, ഒരു ഐഡിയയുമില്ല. നിങ്ങൾക്കൊന്നിനെ അറിയൂ, ഇമാം ഷാഫിക്ക് വിവരമില്ലെന്ന് പറയാൻ, ഇമാം ഷാഫി പൊട്ടനാണെന്ന് പറയാൻ. എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതുപോലെയാണ് നിങ്ങൾ തള്ളിക്കളയുന്ന മുഴുവൻ മസ്അലകളുടെയും അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. എനിക്കെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ മസ്അലകളൊക്കെ മുഖവിലക്കെടുത്ത് ആ നിയമങ്ങളൊക്കെ പാലിച്ച് അവർ പറഞ്ഞതുപോലെ അത്തായം കഴിച്ച് ബാങ്ക് കൊടുത്താൽ പിന്നെയും തിന്നുകയല്ല പാത്രം വെക്കുന്നത് വരെ. അത് അവർ പറഞ്ഞ ഒരു രീതിയുണ്ട്, ഫുഖഹാക്കൾ പറഞ്ഞ ഒരു രീതിയുണ്ട്. അങ്ങനെ തന്നെ ആവണം. കാരണം അവരാണ് നമ്മളെക്കാൾ ആയത്ത് പഠിച്ചത്, അവരാണ് നമ്മളെക്കാൾ ഹദീസ് പഠിച്ചത്, അവരാണ് അത് ശരിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അറിയുന്നവർ, അവരാണ് അത് കീറി മുറിക്കാൻ അറിയുന്നവർ, അവരാണ് അതിലെ ഗവേഷണ പടുക്കൾ. അതുകൊണ്ട് എനിക്കെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും എന്തു പറഞ്ഞാലും ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കുന്ന ശൈലി അപകടകരമാണ് കേട്ടോ. കാരണം ഈ ബുഖാരി രചിച്ച സ്വഹീഹുൽ ബുഖാരിക്കാണ് ഇപ്പൊ ഈ ബുഖാരി എന്ന് പറയുന്നത്. അതുപോലും പലർക്കും അറിയില്ല. സ്വഹീഹുൽ ബുഖാരി എന്നുള്ളത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. അദ്ദേഹം ഉണ്ടാക്കിയ സ്വഹീഹാണ് സ്വഹീഹുൽ ബുഖാരി കിതാബ്. അപ്പൊ ഈ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഇമാം ബുഖാരി ഇല്ലേ, ആ ഇമാം ബുഖാരി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അംഗീകരിച്ചയാളാ. അപ്പൊ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു തരണം. ഇമാം ബുഖാരി അങ്ങനെയാ പറയുന്നത്. എന്നിട്ട് ഈ അല്പന്മാര് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മസ്അല പറഞ്ഞാൽ അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് അവർ പമ്പര വിഡ്ഢികളല്ലേ? അവരെക്കാൾ വലിയ വിഡ്ഢികൾ ആരുണ്ട്? അള്ളാഹു കൃത്യമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ മസ്അലകളൊക്കെ പാലിച്ചുകൊണ്ട് നോമ്പിന്റെ നിയമങ്ങള്, നോമ്പ് മുറിയുന്ന കാര്യങ്ങള്, മാസം കാണേണ്ടതെങ്ങനെ, ഉറപ്പിക്കേണ്ടതെങ്ങനെ, നോമ്പ് തുടങ്ങേണ്ടതെങ്ങനെ, പെരുന്നാളാക്കേണ്ടതെങ്ങനെ,
അതൊക്കെ മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ച് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇമാം ഷാഫിഈ തങ്ങളുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു 2 ലോകത്തും നമുക്ക് വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.